താലിബാൻ ഭരണകൂടം അഫ്ഗാനിസ്ഥാനിൽ വന്നതിന് ശേഷം ഇന്ത്യയും താലിബാനും തമ്മിലുള്ള ബന്ധം ശക്തമാവുകയാണ്. ഇപ്പോ ഇന്ത്യക്ക് വേണ്ടി പാകിസ്ഥാൻ തന്നെ അടിച്ചൊതുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് താലിബാൻ രംഗത്തെത്തുന്നത്. താലിബാന്റെ ഈ ഒരു സ്നേഹത്തെ അല്ലെങ്കിൽ ഈ ഒരു സമീപനത്തെ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്? ഏതാണ്ട് 10-20 വർഷത്തോളം ഇന്ത്യയും അഫ്ഗാൻ ഭരണകൂടവും തമ്മിൽ നല്ല ബന്ധമായിരുന്നു. ഇന്ത്യയുമായിട്ട് നല്ല ബന്ധം പുലർത്തുന്നു. ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഇഷ്ടമാണ്. തിരിച്ച് നമുക്കും അവരെ ഇഷ്ടമാണ്. പക്ഷേ അഫ്ഗാൻ എന്ന് പറയുന്നത് ആത്യന്തികമായി ഒരു തീവ്രവാദ നിലപാടുള്ള രാജ്യം തന്നെയാണ്, മുസ്ലിം രാജ്യമാണ്. സ്വാഭാവികമായിട്ടും താലിബാൻ അവിടെ ഭരണകൂടത്തിൽ അല്ലെ അധികാരത്തിലേക്ക് എത്തുമ്പോഴൊക്കെ തന്നെ മുസ്ലിം മത നിയമങ്ങൾ കർക്കശമായി അടിച്ചേൽപ്പിക്കും. ഇപ്പം മുസ്ലിം പെൺകുട്ടികൾക്ക് പഠിക്കാൻ പറ്റില്ല, സ്ത്രീകൾ ഒറ്റയ്ക്ക് പുറത്തു പോകാൻ പാടില്ല, ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. പക്ഷേ അന്താരാഷ്ട്ര തലത്തിൽ നയതന്ത്രപരമായ നിലപാടെടുക്കുമ്പോൾ ചിലത് നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ വെക്കേണ്ടി വരും. ഇപ്പോൾ ഇന്ത്യക്ക് അനുകൂലമായ നിലപാടുമായിട്ട് താലിബാൻ വന്നു തുടങ്ങിയിട്ട് കുറച്ചായി. അതായത് 2021 ഓഗസ്റ്റ് മാസത്തിലാണ് നിലവിൽ അഫ്ഗാൻ്റെ ഭരണം ഈ താലിബാൻ ഏറ്റെടുക്കുന്നത്. അങ്ങനെ വന്നതിന് ശേഷം ഇന്ത്യയുമായിട്ട് കുറച്ച് ബന്ധം കൂടുതൽ വരുന്നു. ഇതിൻ്റെ കാരണം താലിബാനിൽ സാമ്പത്തികമായ ഒരുപാട് പ്രതിസന്ധിയുണ്ട്. നമ്മൾ അരിയും ഗോതമ്പും ഉൾപ്പെടെയുള്ള ഭക്ഷ്യസാധനങ്ങൾ നൽകുന്നു, സാമ്പത്തിക സഹായം നൽകുന്നു. ഇപ്പോൾ പഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട് താലിബാൻ ഭരണകൂടം അപലപിക്കുകയും ഇന്ത്യയുടെ കൂടെ നിൽക്കുന്നതൊക്കെ പറയുകയും ചെയ്തു. ഇതോടുകൂടിയാണ് നമ്മുടെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ താലിബാൻ്റെ വിദേശകാര്യമന്ത്രിയുടെ ചുമതലയുള്ള അമീർ ഖാൻ മുത്താഖിയുമായിട്ടൊരു ചർച്ച നടത്തി. അത് ഫോൺ വഴിയാണ് ചർച്ച നടത്തിയത്. നിലവിലുള്ള രാഷ്ട്രീയ കാര്യങ്ങൾ, അതുപോലെ ഈ പാകിസ്ഥാൻ്റെ ആക്രമണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊക്കെ ചർച്ച നടത്തി. ഇപ്പോൾ ഇന്ത്യയുമായിട്ട് ഇങ്ങനെ ഒരു ചർച്ച നടത്തി എന്നുള്ള കാര്യം ഇന്ത്യ ഔദ്യോഗികമായി പറയുന്നത് ആദ്യമാണ്. അപ്പോൾ ഇന്ത്യയും ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളുമായിട്ട് ഇവർക്ക് വ്യാപാര ബന്ധങ്ങളുണ്ട്, മറ്റു പല സഹകരണങ്ങളുണ്ട്. പക്ഷേ അവരൊന്നും ഔദ്യോഗികമായി പറയത്തില്ല, കാരണം താലിബാൻ ഭരണകൂടമായതുകൊണ്ട്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ പാകിസ്ഥാനിലെ പല മേഖലകളിലും ഈ അഫ്ഗാൻ്റെ ഈ താലിബാൻ ഭരണകൂടത്തിന് ബന്ധമുണ്ട്. ഇപ്പോൾ ഖൈബർ പഷ്തൂൺഖ മേഖല, അവിടെ ഈ പറയുന്ന വിധ്വംസക പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അവിടെ തദ്ദേശീയമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് തെഹ്രിക്ക് താലിബാൻ എന്ന് പറയുന്ന ഈ താലിബാൻ്റെ ഒരു പ്രോക്സി സംഘടനയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനം അവിടെ നടക്കുന്നു. ഇനി ഇപ്പുറത്തേക്ക് ഈ പറയുന്ന ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി, ഏതാണ്ട് പാകിസ്ഥാൻ്റെ 44% വരുന്ന പ്രദേശമാണ്. ഇവിടെയുള്ളവർക്ക് സഹായം നൽകുന്നത് ഇന്ത്യയും റോയുമാണെന്നാണ് പാകിസ്ഥാൻ ആർമിയുടെ എക്കാലത്തെയും വലിയ ആരോപണം. ഇവിടെയും ഈ പറയുന്ന താലിബാൻ്റെ സഹായമൊക്കെ അവർക്ക് ലഭിക്കുന്നുണ്ട്. അതായത് ചൈനീസ് ആളുകളോ ഉദ്യോഗസ്ഥരോ പാകിസ്ഥാൻ ആർമിക്കാരോ ഒക്കെ വന്നാൽ BLA അവരെ അറ്റാക്ക് ചെയ്യും. താലിബാൻ്റെ പിന്തുണയുണ്ടെന്ന് പറയപ്പെടുന്നു. ഇവിടെ നമ്മുടെ പ്രശ്നം ഇതൊന്നുമല്ല. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നമ്മളുമായി അകന്നു നിൽക്കുന്ന താലിബാനെ നമ്മളിപ്പോൾ ചേർത്ത് നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നേരത്തെ തന്നെ താലിബാനിലേക്ക് നമ്മുടെ വിക്രം മിശ്രി എന്ന് പറയുന്ന നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി ഉണ്ട്. അദ്ദേഹം ഈ താലിബാനിലെ മുത്തക്കി എന്ന് പറയുന്ന വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ചുമതലയുള്ള മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. അത് ദുബായിലാണ് കൂടിക്കാഴ്ച നടത്തിയത്. അപ്പോൾ രാഷ്ട്രീയ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്, ഇന്ത്യയുമായിട്ടുള്ള സഹകരണം വർദ്ധിപ്പിക്കുന്ന കാര്യമാണ് ചർച്ച ചെയ്യുന്നത്. ഇതൊക്കെ പറയുന്നു. ഇതിനകത്തൊരു തെറ്റുമില്ല. കാരണം കാലാകാലങ്ങളായി ഇന്ത്യ നൽകിയ സാമ്പത്തികം ഉപയോഗിച്ച് അവർ അവിടെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തി. അഫ്ഗാൻ്റെ പാർലമെൻറ്റ് ഉണ്ടാക്കിയത് ആരാന്ന് ചോദിച്ചാൽ ഇന്ത്യൻ പണം ഉപയോഗിച്ചാണ്. അഫ്ഗാനിസ്ഥാനിൽ ഒരു ഡാം ഉണ്ടാക്കി ഇന്ത്യ അഫ്ഗാൻ ഫ്രണ്ട്ഷിപ്പ് ഡാം എന്നാണ് ഇന്നും അത് അറിയപ്പെടുന്നത്. അപ്പോൾ സ്കൂളുകൾ, കോളേജുകൾ ഉൾപ്പെടെയുള്ള പല വികസന പ്രവർത്തനങ്ങൾക്കും സഹായം നൽകിയത് ഇന്ത്യയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പാകിസ്ഥാൻ അവിടെ ചില പ്രവർത്തനങ്ങൾ, വിധ്വംസക പ്രവർത്തനങ്ങൾ ഇന്ത്യക്കെതിരെ നടത്തിയപ്പോൾ ഒരു കാരണവശാലും പാകിസ്ഥാനെ വിശ്വസിക്കരുത്. യുദ്ധം നിർത്താൻ അവർ ശ്രമിച്ചാൽ നിങ്ങൾ അതിന് വഴങ്ങിക്കൊടുക്കരുത്. നിങ്ങൾ കൃത്യമായ ആക്രമണമായി മുന്നോട്ട് പോകണം. കാരണം ഈ യുദ്ധതന്ത്രമാണ് ഇപ്പോൾ കീഴടങ്ങുന്ന രീതിയിൽ പാകിസ്ഥാൻ കാണിക്കുന്നത്. അവർക്ക് എല്ലാ പിന്തുണയും നൽകുന്നത് ചൈനയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പഹൽഗാമിൽ ഭീകരപ്രവർത്തനം നടത്തിയ, തീവ്രവാദ പ്രവർത്തനം നടത്തിയ ആളുകൾക്ക് നേരെ ഇന്ത്യ ശക്തമായ തിരിച്ചടി നൽകി. അതായത് പാകിസ്ഥാനിലെ ഈ തീവ്രവാദി ക്യാമ്പുകളെല്ലാം തന്നെ ആക്രമിച്ചു. അങ്ങനെ ആക്രമിച്ചപ്പോൾ അവശേഷിക്കുന്ന ഭീകരവാദികളെ എവിടെയെങ്കിലും പാകിസ്ഥാൻ ഒളിപ്പിച്ചേ പറ്റൂ. ഇസ്ലാമാബാദിലോ ലാഹോറിലോ കറാച്ചിയിലോ ഒന്നും പറ്റില്ല. അപ്പോൾ രാജ്യത്തിന് പുറത്തേക്ക് അവർ കടത്തും. അങ്ങനെ കടത്താനായിട്ട് അവർ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് അഫ്ഗാനാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് അഫ്ഗാനും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം അത്ര നല്ലതല്ല. അതുകൊണ്ട് തന്നെ ഈ താലിബാൻ ഇപ്പോൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ പാകിസ്ഥാന് വലിയ ഭീഷണി ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം നമുക്കറിയാമല്ലോ, ഈ കാണ്ഡഹാർ ഒരു വിമാനം നമ്മൾ തട്ടിക്കൊണ്ടുപോയി. ഈ തട്ടിക്കൊണ്ടുപോയ സമയത്ത് അന്ന് ജസ്വന്ത് സിംഗ് ആണ് നമ്മുടെ വിദേശകാര്യമന്ത്രി. അന്ന് നമ്മൾ ഇവരുമായിട്ട് ചർച്ച നടത്താനൊക്കെ പ്ലാൻ ചെയ്തിരുന്നു, നടത്തുകയൊക്കെ ചെയ്തു. പക്ഷേ വിജയിച്ചില്ല. പിന്നീട് ഈ പറയുന്ന ഭരണകൂടമൊക്കെ മാറി വരികയും അമേരിക്കയുടെ ചില ഇടപെടലൊക്കെ കൊണ്ട് നമ്മളൊന്ന് മാറി നിൽക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും താലിബാൻ വന്നപ്പോൾ ഇന്ത്യയുമായിട്ട് കൂടുതൽ ബന്ധം പുലർത്തുന്നു, നമ്മൾ അതിനോട് സഹകരിക്കുന്നു. ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ താലിബാൻ എന്ന് പറയുന്നത് ഭീകരവാദികളെ പിന്തുണയ്ക്കുന്ന തീവ്രവാദ നിലപാടുള്ള ആളുകളുടെ രാജ്യമാണ്. ഈ പറയുന്ന
പോരൊക്കെ നടത്തുന്ന രാജ്യമാണ്. നമ്മൾ എന്തിനാണ് അവരെ പിന്തുണയ്ക്കുന്നത് അല്ലെങ്കിൽ സഹായിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് രാജ്യാന്തര തലത്തിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എന്ന് പറയുന്നത് എസ് ജയശങ്കർ, അയാൾ IFS-കാരനാണ്. എന്ന് പറഞ്ഞാൽ ഫോറിൻ സർവീസിൽ 30 വർഷത്തിലധികം വിവിധ രാജ്യങ്ങളിൽ ജോലി ചെയ്ത ആൾ. അങ്ങനെയുള്ള ആളുകൾക്ക് വിദേശ രാജ്യങ്ങളുടെ നിലപാട് എന്താണെന്ന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് അഫ്ഗാനുമായിട്ട് നയതന്ത്ര തലത്തിൽ നമ്മൾ ചർച്ച നടത്തുന്നു. അപ്പോൾ അഫ്ഗാൻ നമ്മളോട് ആവശ്യപ്പെടുന്നു, നിങ്ങൾ ഞങ്ങൾക്ക് കുറച്ച് വിസയൊക്കെ തരണം. നേരത്തെ വിസ കൊടുത്തിരുന്നു, പിന്നെ അത് നിർത്തിയതാണ്. അപ്പോൾ മെഡിക്കൽ മേഖലയുമായി ബന്ധപ്പെട്ട് അതുപോലെ ആശുപത്രി കൂടുതൽ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അതുപോലെ പഠന സൗകര്യാർത്ഥം ഇത്തരത്തിൽ നമ്മളുമായിട്ട് കൂടുതൽ സഹകരണം വേണം. ഈ ട്രേഡിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ പാകിസ്ഥാൻ വഴി മാത്രമേ അഫ്ഗാനിസ്ഥാനുകൾക്ക് റോഡ് മാർഗം ഇന്ത്യയിലേക്ക് എത്താൻ പറ്റൂ. നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇറാനുമായി ചേർന്ന് അവരുടെ ഒരു തുറമുഖം ചാബഹാർ അത് ഏറ്റെടുത്തിട്ടുണ്ട്. അതിൻ്റെ വികസന പ്രവർത്തനം നടത്തുന്നുണ്ട്. ഇതിൽ താലിബാന് സഹായിക്കും. അപ്പോൾ താലിബാനും ഇന്ത്യയും തമ്മിലുള്ള ഒരു വ്യവസായ ഇടനാഴിയായിട്ട് അല്ലെങ്കിൽ അതിനൊരു സഹായമായിട്ട് ഇവിടെ പ്രവർത്തിക്കും. അങ്ങനെ എല്ലാ മേഖലയിലും താലിബാൻ കൂടെ നിൽക്കുന്ന ഇന്ത്യക്ക് സഹായമാണ്. നിലവിൽ നമ്മൾ പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങൾ തകർത്തപ്പോൾ അവിടുത്തെ ഭീകരവാദികളെ ഒളിപ്പിച്ച് കടത്തിയിട്ടുണ്ടല്ലോ, അവരെ കൊണ്ടുവന്ന് വേണമെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ എത്തിക്കാം. അതുണ്ടാകാതിരിക്കാൻ വേണ്ടി അവിടേക്ക് എന്തെങ്കിലും ഒരു നീക്കം നടത്തിയാൽ ആ യുദ്ധതന്ത്രങ്ങൾ നമ്മളിലേക്ക് ചോർത്തി കിട്ടാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത്. ശരിക്കും അഫ്ഗാനെ വെച്ച് നമ്മളൊരു കളി കളിക്കുകയല്ലേ? തീർച്ചയായിട്ടും പാകിസ്ഥാന് നല്ലൊരു തിരിച്ചടി അഫ്ഗാനിലൂടെ നൽകാൻ. കാരണം പ്രത്യേകിച്ച് പാകിസ്ഥാനെ സഹായിച്ച തുർക്കിക്ക് നമ്മൾ നല്ല ഒന്നാന്തര അടി കൊടുത്തു. ചൈന പ്രത്യക്ഷമായി സഹായിച്ചില്ലെങ്കിലും പരോക്ഷമായി സഹായിച്ച ചൈനയ്ക്ക് തെറ്റിതിരുത്തി ചൈന ഇപ്പോൾ നന്നാവാനുള്ള ശ്രമത്തിലെന്ന് പറയുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മെയ് 3 അഫ്ഗാനിലെ ഒരു ആഭ്യന്തരമന്ത്രി ഡൽഹിയിലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഡൽഹിയിൽ നമ്മുടെ പ്രതിനിധികളുമായി സംസാരിച്ചിട്ടുണ്ട്. ഈ ഭീകരവാദ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പാകിസ്ഥാനെ സഹായിക്കില്ല, അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തുന്നവരൊക്കെ ഞങ്ങളുടെ ശത്രുക്കളാണ് എന്നുള്ള രീതിയിലുള്ള സംഭാഷണമൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പക്ഷേ ഇത് ഇരു രാജ്യങ്ങളും ഔദ്യോഗികമായി ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. കാരണം ഈ യുദ്ധം നടക്കുന്ന സമയത്ത് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെയാണ് ഇത്തരമൊരു മീറ്റിംഗ് നടന്നു എന്നാണ് പറയുന്നത്. അവിടുത്തെ ആഭ്യന്തരമന്ത്രി ഡൽഹിയിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ അത് നിസ്സാര കാര്യമല്ല. അതിനെ നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട കാര്യം കൂടി തന്നെയാണ്. ഇപ്പോ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ ഭീകര ക്യാമ്പുകളെല്ലാം ഇന്ത്യ തകർത്ത സ്ഥിതിക്ക് ഇവിടെയുള്ള ഭീകരരെയൊക്കെ എങ്ങോട്ട് കൊണ്ടുപോകണം എന്നറിയാത്ത ഒരവസ്ഥയിൽ നിൽക്കുകയാണ് പാകിസ്ഥാൻ. അപ്പോഴാണ് ഇന്ത്യ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുമായി കൂടുതൽ ശക്തമായ ബന്ധം നിലനിർത്താൻ ശ്രമിക്കുന്നത്. ഇവിടെയാണ് പാകിസ്ഥാന് വീണ്ടും തിരിച്ചടി കിട്ടുന്നത് എന്നുള്ളതാണ്. ഈ അഫ്ഗാനിസ്ഥാനിലെയും ഇറാനിലെയും പാകിസ്ഥാനിലെയും ഒക്കെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഡയറക്ടർ ജനറൽ ഒരു പദവിയുണ്ട്. ആ പദവി എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരു പ്രത്യേക ക്ഷണിതാവ് അല്ലെ പദവി ഉദ്യോഗസ്ഥൻ എന്നാണ് പറയുന്നത്, ആനന്ദ് പ്രകാശ് എന്നാണ്. ഇദ്ദേഹവും ഈ പറയുന്ന പഹൽഗാം അറ്റാക്ക് നടന്നതിന് ശേഷം ഇവരുമായിട്ടൊരു കൂടിക്കാഴ്ച നടത്തി. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ വിദേശകാര്യ മന്ത്രിയുടെ ചുമതലയുള്ള അമീർ ഖാൻ മുത്തക്കിയുമായിട്ട് ഈ കൂടിക്കാഴ്ചയിലും രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ചർച്ച ചെയ്തു. മാത്രമല്ല ഇന്ത്യയും അഫ്ഗാനെയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി ചില നരേറ്റീവുകൾ സൃഷ്ടിക്കുന്നു, വാർത്തകൾ വരുന്നു, വിദേശ മാധ്യമങ്ങൾ നമ്മൾ അതിൽ കൈ കൊടുക്കണ്ട എന്ന് കൃത്യമായിട്ട് തീരുമാനിക്കുന്നു. ശരിയാണ്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കൈ കൊടുക്കുന്നില്ല. ഇപ്പോൾ വിദേശകാര്യ മന്ത്രി എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ കാലം സേവനം അനുഷ്ഠിച്ച വ്യക്തി എന്ന് പറയുന്നത് നെഹ്റുവാണ്. ശരിക്കും നെഹ്റുവിൻ്റെ പല നിലപാടുകളാണ് നമ്മുടെ വിദേശകാര്യ നയത്തിൻ്റെ പരാജയത്തിന് കാരണം. പോട്ടെ, ഇവിടെ അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിദേശകാര്യ മന്ത്രാലയത്തിൽ മന്ത്രിയായി ഇരിക്കുന്ന എസ് ജയശങ്കറാണ്. അപ്പോൾ ജയശങ്കറിന് കൃത്യമായ നയമുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നു, ഞങ്ങൾ താലിബാനുമായിട്ട് നയതന്ത്ര തലത്തിൽ ചർച്ച നടത്തി ഔദ്യോഗികമായി പറയുകയാണ്. കാരണം ലോകരാജ്യങ്ങളൊന്നും തന്നെ അഫ്ഗാനിലെ താലിബാൻ ഭരണകൂടത്തെ അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ താലിബാനുമായിട്ട് പല ഇടപാടുകൾ പല രാജ്യങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഔദ്യോഗികമായി ആരും പറയുന്നില്ല. ഇവിടെ ഇന്ത്യ ഇത്തരമൊരു പ്രഖ്യാപനം നടത്തുക എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റായിട്ട് പാകിസ്ഥാനോട് പറയുകയാണ് ഞങ്ങൾക്ക് വലിയ പിന്തുണ കിട്ടിയെന്നും. കാരണം ഇത്രയും നാൾ അമേരിക്ക അവിടെ അടക്കി ഭരിച്ചപ്പോൾ അല്ലെങ്കിൽ റഷ്യ വന്നപ്പോൾ ഒക്കെ തന്നെ അഫ്ഗാന് എല്ലാവിധ സഹായം നൽകുന്ന പാകിസ്ഥാനാണ്. കാരണം തീവ്രവാദത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റി വിടുന്നു. ഇവിടെ ഇപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അഫ്ഗാനിലെ ഒരു വലിയ വിഭാഗം ആളുകൾ പാകിസ്ഥാനെതിരായിട്ട് തിരിയുന്നു, ഒപ്പം ഇന്ത്യക്ക് വേണ്ടി പോരാടുന്നു. ഇത് പാകിസ്ഥാനെ, അവരെ പിന്തുണയ്ക്കുന്ന ചൈനയെ, ബംഗ്ലാദേശിനെയൊക്കെ അസ്വസ്ഥമാക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വിദേശ നയം എന്ന് പറയുന്നത് ഒരു കാരണവശാലും പാകിസ്ഥാനിലെ തീവ്രവാദികൾക്ക് പിൻവാതിലൂടെ അഫ്ഗാനിസ്ഥാനിലേക്ക് അഭയം കിട്ടരുത്. എന്തെങ്കിലും ഒരു നീക്കം നടന്നാൽ അത് അപ്പോൾ തന്നെ നമ്മളുമായിട്ട് ചർച്ച ചെയ്യണം. അതിനവർ തയ്യാറാണ്. അതുകൊണ്ടാണ് കാലാകാലങ്ങളായി നമ്മളും അഫ്ഗാനും തമ്മിൽ എന്ത് ബന്ധമുണ്ടായിരുന്നോ അതിപ്പോൾ വീണ്ടും പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യവുമായി ഇവർ രംഗത്ത് വരുന്നത്. അപ്പോൾ ഇന്ത്യ മാത്രമല്ല, പല രാജ്യങ്ങളും അഫ്ഗാനുമായിട്ട് ഇപ്പോൾ ബന്ധം സ്ഥാപിക്കണമെന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്നുണ്ട്. അത് ഇപ്പോൾ ഇറാനുണ്ട്, ഇറാഖുണ്ട്, അതുപോലെ തുർക്കിയുണ്ട്, പാകിസ്ഥാനുണ്ട്. ഈ രാജ്യങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് വലിയ ബന്ധം സ്ഥാപിക്കാനായിട്ട് അവർ വരുന്നത് നമ്മളോടാണ്. മാത്രമല്ല ഈ സെൻട്രൽ
ഏഷ്യയിലേക്ക് കടക്കാൻ നമുക്ക് അഫ്ഗാൻ്റെ ഒരു സഹായം വേണം. സെൻട്രൽ ഏഷ്യ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ധാരാളം മിനറൽസും മെറ്റൽസും ഒക്കെയുള്ള വിശാലമായ ഒരു ഭൂപ്രദേശമാണ്. ഒരു മാനുഫാക്ചറിങ് ഹബ് എന്ന നിലയിൽ നമ്മൾ വളരുമ്പോൾ നമുക്ക് ഈ സെൻട്രൽ ഏഷ്യയിലേക്ക് കടന്നു കയറിയുള്ള ചില നിക്ഷേപങ്ങൾ, അവരുമായിട്ടുള്ള സഹകരണം വളരെ ആവശ്യമാണ്. അപ്പോൾ അഫ്ഗാനുമായിട്ട് താലിബാൻ ഭരണകൂടവുമായിട്ട് കൂടുതൽ ഇഴുകിച്ചേർന്ന് പ്രവർത്തിച്ചാൽ അത് നമുക്ക് ഗുണമേ ചെയ്യൂ. ഒപ്പം നമുക്ക് വേണ്ടി ഒളിപ്പോര് നടത്താനും അഫ്ഗാൻ തയ്യാറാണ്. കാരണം താലിബാൻ എല്ലാ കാലവും ചെയ്തിട്ടുള്ള ഒളിപ്പോരാണ്. അമേരിക്കയ്ക്കെതിരെ, USSRനെതിരെയൊക്കെ അതിൽ ചെയ്തിട്ടുണ്ട്. ഇനിയും അത്തരമൊരു ഒളിപ്പോര് നടത്തിയാൽ അത് ഉണ്ടാകുന്ന ഖൈബർ പഷ്തൂൺഖ്വ മേഖലയിൽ പാകിസ്ഥാൻ വലിയ തിരിച്ചടി ഉണ്ടാവും. ബലൂചിസ്ഥാൻ മേഖലയിൽ അവർ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 44% സ്ഥലം പാകിസ്ഥാനിൽ നിന്ന് വേർപെട്ടു പോകും. അവിടേക്കും ഇവരുടെ ഒരു ആക്രമണം ഉണ്ടാകും. അപ്പോൾ താലിബാൻ എല്ലാ നിലയിലും നമുക്ക് വേണ്ടി പാകിസ്ഥാനെ ആക്രമിക്കുന്നു. അപ്പോൾ കൃത്യമായി S ജയശങ്കർ എന്ന് പറയുന്ന വിദേശകാര്യ മന്ത്രി ചരട് വലിക്കുന്നു. അതിന് പിന്നിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള നമ്മുടെ മന്ത്രിസഭാംഗങ്ങളുണ്ട്. അജിത് ഡോവൽ എന്ന് പറയുന്ന സുരക്ഷാ ഉപദേഷ്ടാവുണ്ട്. അപ്പോൾ ഇവരുടെ നേതൃത്വത്തിൽ കൃത്യമായ ഒരു നീക്കം നടത്തുന്നു. പാകിസ്ഥാന്റെ ഉച്ചിക്ക് നമ്മൾ തലക്കടിക്കുക എന്നൊക്കെ പറഞ്ഞില്ല, അതുപോലൊരു ആക്രമണമാണ് ഈ ജയശങ്കറിലൂടെ നടത്തുന്നത്. അങ്ങനെ പറഞ്ഞൂടെ നമുക്ക്?